ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പെസാവ്യാഴത്തിൻ്റെ കുറച്ച് ഒരുക്കങ്ങൾ കണ്ടാലോ. കൂടെ കുറച്ച് ഇൻഫർമേഷനും പെസാവ്യാഴം എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക്. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമൊത്ത് അന്ത്യത്താഴം കഴിച്ചതിൻ്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെയും ഓർമ്മയ്ക്കായി ക്രൈസ്തവർ ആചരിക്കുന്ന ഒരു വിശുദ്ധ ആഴ്ചയിലെ വ്യാഴാഴ്ചയാണ് പെസഹ വ്യാഴം. പെസാവ്യാഴത്തിന് പുളിപ്പില്ലാത്ത അപ്പം വീട്ടിലുണ്ടാക്കി മുറിക്കുന്നത് പെസായുടെ പ്രധാന ഒരു ആചാരമാണ്. അരിപ്പൊടി, ഉഴുന്ന്, തേങ്ങ, പിന്നെ ചെറിയുള്ളി, ഒരല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം എന്നിവ ചേർത്ത് അരച്ചുണ്ടാക്കി അത് പുളിക്കുന്നതിന് മുമ്പ് നമ്മൾ വേവിച്ചെടുക്കും. അതിന് മുകളിൽ ഓശാനിക്ക് കിട്ടിയ ഓല കുരിശാകൃതിയിലുണ്ടാക്കി കുടുംബനാഥൻ വെക്കും. അതുപോലെ തന്നെ പെസഹ പാല് ശർക്കരയും തേങ്ങാപ്പാലും ചേർത്തുണ്ടാക്കുന്ന ഒരു മധുരപാനീയമാണ്. അതിൻ്റെ അകത്ത് ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ഇടും. ഇത് അപ്പത്തോടൊപ്പമാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം തയ്യാറാക്കി വെച്ച ശേഷം എല്ലാവരും പള്ളിയിലോട്ട് പോകും. ഈ പെസഹവ്യാഴാഴ്ചയാണ് കുർബാന സ്ഥാപിച്ചതും പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ടതും. അന്ത്യത്താഴ വേളയിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ മാതൃക കാട്ടി. ഇതിൻ്റെ ഓർമ്മയ്ക്കായി പള്ളികളിൽ എല്ലാ വൈദികരും വിശ്വാസികളുടെ കാൽ കഴുകുന്ന ചടങ്ങുണ്ട്. അത് 12 തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളുടെ കാലായിരിക്കും കഴുകപ്പെടുന്നത്. പെസഹ വ്യാഴാഴ്ചയുടെ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന പ്രധാന അൾത്താരയിൽ നിന്ന് സൈഡിലുള്ള അൾത്താരയിലേക്ക് മാറ്റും. അന്ത്യത്താഴത്തിന് ശേഷം യേശു പ്രാർത്ഥിക്കാനായി ഗത്സമന തോട്ടത്തിലേക്ക് പോയതിനെയാണ് ഈ മാറ്റം സൂചിപ്പിക്കുന്നത്. പ്രധാന അൾത്താര അന്ത്യത്താഴം നടന്ന മുറിയായും സൈഡിലുള്ള അൾത്താര ഗത്സമൻ തോട്ടമായും കണക്കാക്കപ്പെടുന്നു. കൂടെ 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്ന് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചതിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് വിശ്വാസികൾ 1 മണിക്കൂർ അല്ല 1/2 മണിക്കൂറെങ്കിലും അവിടെ ആരാധന നടത്തുന്നത്. പല പള്ളികളിലും അർദ്ധരാത്രി വരെ ആരാധന നടത്തുന്നതുമുണ്ട്. അന്ന് ഈശോ പറഞ്ഞു, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകി എന്ന് ശിഷ്യരോട് പറഞ്ഞതിലൂടെ പരസ്പര സ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ ദിവസം നൽകുന്നത്. അങ്ങനെ കുർബാനയും പൗരോഹിത്യവും സ്ഥാപിക്കപ്പെട്ടു. പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും വീട്ടിൽ വന്ന് കുടുംബനാഥൻ പ്രാർത്ഥന ചൊല്ലി ബൈബിൾ വായിച്ചിട്ട് അപ്പം മുറിക്കും. എന്നിട്ട് പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അപ്പവും പാലും കൊടുക്കും. കുരിശിട്ടുണ്ടാക്കിയ അപ്പവും പാലും ഒരിക്കലും കളയാൻ പാടില്ല. അത് മുഴുവനായിട്ട് നമ്മൾ തീർക്കേണ്ടതാണ്. കഴിഞ്ഞ 1 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ കുരിശപ്പം ഉണ്ടാക്കാറില്ല. അങ്ങനെ ഞങ്ങളും വീട്ടിൽ വന്ന എല്ലാവരും ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഇപ്രാവശ്യം. പെസഹാപ്പം മുറിച്ചു. കുഞ്ഞിക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവൾ ഒത്തിരി പാല് കുടിച്ചു അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അത്രേ ഉള്ളായിരുന്നു. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.